ഹായ് ഹലോ കൂട്ടുകാരെ, ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഒരു കളർ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് നമുക്ക് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. ഒരു കളർ ഫോട്ടോ, നല്ല കളർ ഫോട്ടോ ആണ്, നോക്കിക്കോളൂ. ഓക്കെ, കളർ ഫോട്ടോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അത് വിത്തിൻ സെക്കൻഡിൻ്റെ ഉള്ളിൽ നമുക്കത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റാം. അത് ഷോർട്ട് കീ ഉപയോഗിച്ച് ചെയ്യാം, നമുക്ക് എല്ലാതും ചെയ്യാം. ഷോർട്ട് കീ ഉപയോഗിച്ച് ചെയ്യേണ്ട വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ഷോർട്ട് കീ ഉപയോഗിച്ച് ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ, അത് ലെയറിൽ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമുക്കിതിൻ്റെ കറക്റ്റ് പ്രോപ്പർ കീ ഉള്ളത്. നമുക്കതിന് Ctrl+Shift+U, ഓക്കെ, അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേട്ടോ Ctrl+Shift+U അടിച്ചു. അത്രയും പെട്ടെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. വിത്തിൻ സെക്കൻഡ്സിൻ്റെ ഉള്ളിലാണ് ബ്ലാക്ക് ആൻഡ് ആവുന്നത്. മിക്കവാർക്കും എല്ലാവർക്കും അറിയുണ്ടാവും. ഹ്യൂ സാച്ചുറേഷനാണ് നമ്മൾ ലെയറിൽ പോയിട്ട് ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഹ്യൂ സാച്ചുറേഷൻ എടുത്താലാണ് അത് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. എന്നിട്ട് നമുക്ക് ഇമേജിൽ മോഡിൽ പോയിട്ട് ഗ്രേ സ്കെയിലാക്കി കഴിഞ്ഞാൽ പടം നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോഴും നമുക്ക് ആ സ്ക്രീനിൽ കാണുന്ന അതേ ക്ലാരിറ്റി കിട്ടും. ഞാൻ സൂം ചെയ്യുമ്പോൾ നിങ്ങളെ കണ്ടില്ലേ, അതേപോലെ വരും. നോക്കിയാൽ കറക്റ്റ് ഉണ്ട്. അങ്ങനെ എൻ്റെ ക്യാമറ ഇളകുന്നുണ്ട്, അതാണ്. അപ്പോൾ നമുക്ക് ഇത് കളർ ഫോട്ടോ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ഷോർട്ട് കീ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. Ctrl+Shift+U, ഇമേജിൽ മോഡിൽ ഗ്രേ സ്കെയിൽ നമുക്ക് മാറ്റാനുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ലെയറിൽ ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഹ്യൂ സാച്ചുറേഷൻ, ഓക്കെ, അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരും. നമുക്ക് വേറെ കളറുകളൊക്കെ മാറ്റാൻ പറ്റും. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. നമുക്ക് പല കളറുകൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡ്രസ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ളതും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.